ഓവർ തിങ്കിങ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ചെറിയ കാര്യങ്ങൾ പോലും ചിന്തിച്ച് വലുതാക്കി നിങ്ങൾ സ്വയം വേദനിക്കുന്ന ആളാണോ? എങ്കിൽ ഈ കഥ ഒന്ന് കേൾക്കണം. ഒരു ഉച്ചനേരത്താണ് അയാൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഒരു കോൾ വരുന്നത്. അയാളുടെ പേരിൽ 2 കത്തുകൾ വന്നിട്ടുണ്ട്. അത് വന്ന് എത്രയും പെട്ടെന്ന് കൈപ്പറ്റണം എന്നായിരുന്നു ആ കോൾ. ആ ഒരൊറ്റ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മനസ്സ് പേടിപ്പെടുത്തുന്ന കഥകൾ മനസ്സിൽ മെനഞ്ഞു തുടങ്ങി. പോസ്റ്റ് ഓഫീസിലോട്ട് നടക്കുന്ന ഓരോ ചുവടിലും അവൻ ചിന്തിച്ചു, അവൻ അറ്റൻഡ് ചെയ്ത ജോബ് ഇൻ്റർവ്യൂവിൻ്റെ റിജക്ഷൻ ലെറ്റർ ആയിരിക്കുമോ, അതോ അടവ് മുടങ്ങിയ ലോണിൻ്റെ പേരിൽ ബാങ്കിൽ നിന്നും അയച്ച ലീഗൽ നോട്ടീസ് ആയിരിക്കുമോ? ഈ ചിന്തകൾ അവൻ്റെ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തി. പോസ്റ്റ് ഓഫീസിലെത്തി വിറക്കുന്ന കൈകളോടെ അവൻ ആ 2 കത്തും ഏറ്റുവാങ്ങി. കത്തുകൾ പൊട്ടിച്ച് അവൻ വായിച്ചു. അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഒന്നാമത്തെ കത്ത് അവൻ്റെ പുതിയ ജോബിനോടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരുന്നു. രണ്ടാമത്തത് അവൻ്റെ സുഹൃത്തിൻ്റെ കല്യാണ ക്ഷണക്കത്തും. അവനെ പേടിപ്പെടുത്തിയ ചിന്തകളൊന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചില്ല. ഇതുപോലെയാണ് നമ്മളിൽ പലരും. പ്രശ്നം സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് സംഭവിച്ചേക്കാമോ എന്നുള്ള ചിന്തയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. നിങ്ങളുടെ മനസ്സ് പറയുന്ന എല്ലാ കഥകളും വിശ്വസിക്കരുത്. ഓവർ തിങ്കിങ് മനസ്സിൻ്റെ ശത്രുവാണ്. അത് നിർത്തുക, ജീവിതം ആസ്വദിക്കുക.